ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്നിച്ചസ് ഡെയിലി ഡാസിൽ. സോ സിന്ധുജ ഇന്ന് ഈ ഷടകവും കൊണ്ടാണ് പോകുന്നത്. മറ്റേ ഷടകം കംപ്ലൈൻ്റ് ആയല്ലോ, അപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് ഇതിൽ പോകുന്നൊരു വ്ലോഗ് എടുക്കാം. നമ്മുടെ ചാർജർ, കൂളിംഗ് ഗ്ലാസിൻ്റെ കേസ്, ക്യാപ്സ്യൂൾ അംബർലയാണ്. പിന്നെ ഇത് ബാഗ് ഓഫ് കോഴ്സ്. ഇതന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഇട്ടിട്ടില്ലായിരുന്നു ഡിയേഴ്സ്. ഇപ്പം സെറ്റായി നെറ്റിപ്പട്ടം. വരൂ, ഇന്ന് സിന്ധുജ ഡാൻസ് ക്ലാസ്സിൽ ഈ അപ്പിയറൻസിലാണ് പോകുന്നത് നമ്മുടെ ഈ ഷടകത്തിൽ. കാരണം മറ്റേ ഷടകം കംപ്ലൈൻ്റ് ആയല്ലോ. ഇന്ന് സൺഡേ, ഇന്നത്തെ ക്ലാസ്സും പ്രാക്ടീസ് സെഷൻസും മുടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഡാൻസ് ഭ്രാന്തി ആയതുകൊണ്ട്, ഞാൻ ഡാൻസ് ക്രേസ് ചെയ്തുകൊണ്ട്. നാളെ അറിയാം വണ്ടി മറ്റേ ഷടകം നമ്മുടെ ഐശ്വര്യലക്ഷ്മി സ്കൂട്ടർ കിട്ടുമെന്നുള്ളത്. സോ ഇന്ന് പോയിട്ട് വരാം. സോ ആദ്യം നമുക്ക് ഭരതനാട്യം ക്ലാസ്സിലേക്ക് പോകാം. കമോൺ. ഗിയർ ഷിഫ്റ്റ്, ഗിയർ റിവേഴ്സ് ആക്കണം ബാക്കിലോട്ട്. സോ നമ്മൾ പോയിട്ട് വരാം. ഓക്കെ, കുറച്ച് ദൂരം ഞാൻ ഇങ്ങനെ എടുക്കാം. ഇനി ഇതിന് തീറ്റ കൊടുക്കണം. തീറ്റ കൊടുത്തിട്ട് കാണാം. ഒരു വണ്ടി ഇടങ്ങാറായിട്ട് നിൽക്കുന്നു, അവന്മാർ മാറ്റട്ടെ. ഒരു വാടകക്കാരനാണ് കേട്ടോ പയ്യൻസ്, ഭയങ്കര അഹങ്കാരനാണ്, മാറ്റാതെ. നമ്മൾ സിഗ്നൽ എത്തിയ ഞാൻ അവസാനം അവനെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചു. അങ്ങനെ ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മൾ ഈ ജംഗ്ഷനിലെത്തി. ഏതാ ജംഗ്ഷൻ എന്ന് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യുക. സൺഡേ ആണെങ്കിൽ നല്ല തിരക്കടിയേഴ്സ്. ട്രാഫിക് ബ്ലോക്ക് വണ്ടിയിലെത്തി. അങ്ങനെ വണ്ടിക്ക് തീറ്റ കൊടുക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വണ്ടിക്ക് കുറച്ച് ആഹാരം കൊടുക്കാം. വഴി കിടന്ന സീൻ കാണാൻ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഊഴവെത്തി. ഷടകത്തിന് ഞാൻ തീറ്റ കൊടുത്തു. നമുക്ക് കാണാം. എന്നെ കൂടെ പറ്റുന്ന രീതിയിലെടുത്ത്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പെട്രോൾ പമ്പിൽ ഞാൻ പോയപ്പോൾ എടുത്തില്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു. എൻ്റെ വണ്ടിക്ക് ഞാൻ എല്ലാ പമ്പിലും കൊണ്ടുപോയി തീറ്റ കൊടുക്കാറില്ല. ഒരു മര്യാദയൊക്കെയുള്ള കറക്റ്റായിട്ട് നമ്മൾ ഓർഡറിൽ നിൽക്കുമ്പോൾ കറക്റ്റിന് നമുക്ക് അടിച്ചു തരുന്ന പമ്പുകൾ. ഇതിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പമ്പ് അറിയാവുന്നവർക്ക് അറിയാം. എൻ്റെ ചുറ്റുപാടും കണ്ട ആക്കുളം പമ്പിൽ ഞാൻ കയറാറില്ല. ഒരുപാട് വെയിറ്റിംഗ് ഉള്ള പമ്പുകളിലും ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും അങ്ങനെയൊന്നും ഞാൻ കയറാറില്ല. എൻ്റെ വ്ളോഗ്സ് ശ്രദ്ധിക്കുന്നവർക്കറിയാം. നമ്മളിപ്പോൾ വഴിയായിട്ട് നിൽക്കുമ്പോൾ ആദ്യം വന്ന വണ്ടിക്കല്ലേ ആദ്യം ഇടിക്കേണ്ടി. ഈ സിറ്റിയിലെ പല പമ്പുകൾക്കുള്ള പ്രശ്നം തിരിക്കി കയറ്റുന്നവർക്ക് അടിച്ചു കളയും. എന്നിട്ട് പറയാം അവർ കണ്ടില്ല. അങ്ങനെയുള്ള പമ്പുകളിൽ ഞാൻ പ്രതികരിക്കാറുണ്ട്. അവിടെ പിന്നെ ഞാൻ വണ്ടി കൊണ്ടുപോകാറില്ല. അങ്ങനെ വണ്ടിക്ക് തീറ്റ കൊടുത്തു. ഇനി എനിക്ക് ഡ്രിങ്ക്സ് അടിക്കാൻ പോകണം, മേടിക്കാൻ. ഇത് നമ്മുടെ സദേൺ എയർഫോഴ്സ് എയർ കമാൻഡ് ഓഫീസ് ആക്കുളത്തിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ പരിസരം കണ്ടാൽ അറിയാം. ഞാൻ ഇവിടെ നിന്ന് സ്ഥിരമായിട്ടൊരു മാർജിൻ ഫ്രീ എന്നാണ് ഞാൻ എൻ്റെ ഡ്രിങ്ക്സ് മേടിക്കാറ് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡ്രിങ്ക്സ് മേടിക്കണം. ഭരതനാട്യമൊക്കെ ചവിട്ടി കഴിയുമ്പോൾ നല്ല തളർച്ച വരും. ടീച്ചേ വാല മാർജിൻ ഫ്രീ എന്ന് ഞാൻ കാണിച്ചു തരുന്നൊരു. നല്ല വെയിലാണ്. ഞാൻ കുട നോക്കട്ടെ. ആ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മേടിക്കണം. സ്ഥിരമായി എൻ്റെ ഡ്രിങ്ക്സ് നിംബൂസിൻ്റെ ആളാണ്. ഭരതനാട്യം കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് നിംബൂസ് കുടിക്കുമ്പോൾ അമ്മോ എന്തൊരാശ്വാസം പറയും. ഇതിനകത്ത് എവിടെയോ ആൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒറ്റ തൊട്ട് നോക്കുമ്പോൾ ഇല്ല. ഞാൻ അപ്പുറത്തെ ഫ്രീസറിലും പോയി നോക്കി. പിന്നെ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ദിംകയോട് എനിക്ക് വലിയ ആരാധനയൊന്നുമില്ല. നമ്മുടെ ആൾ നിംബൂസാണ്. പക്ഷെ ലെവൻ രണ്ടാമത്തെ റൗണ്ടിൽ നോക്കിയപ്പോൾ അകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ 2 എണ്ണം ഞാൻ എടുത്തു. കാരണം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് അല്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഊണൊക്കെ അടിച്ചിട്ട്. അപ്പോൾ എനിക്ക് സാധാരണ ഞാൻ ഒരു ബോട്ടിലേ എടുക്കും. ഡീഹൈഡ്രേറ്റഡ് ആണ്. അതുകൊണ്ട് അകത്തിരിക്കുന്നു നമ്മുടെ ആൾ. ഫ്രണ്ടിൽ വേറെ എന്തോ വെള്ളങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വെച്ചിട്ടുണ്ട്. ഞാൻ 2 എണ്ണത്തിനെ എടുത്തു. ഇനി ബില്ല് പേ ചെയ്യട്ടെ. ചെയ്തിട്ട് ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറുകെ കിടക്കുന്ന വെച്ചിട്ട് ടാസ്ക്കാണ്. അതിലൂടെ പോകുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. കാൽനട യാത്രക്കാർക്ക്. ഞാൻ വണ്ടിയിൽ കയറിയിട്ട് ബാക്കി കാണിച്ചു.
അങ്ങനെ നമ്മുടെ നിംബൂസ് കിട്ടി ഡിയേഴ്സ്. ഇതുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് തകർത്ത് കഴിഞ്ഞ് പ്രാക്ടീസിന് ശേഷം ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ട്വൈൻ 2 എണ്ണം, 2 നിംബൂസായത് ഞാൻ ബാഗിലാക്കട്ടെ ഒരു കിറ്റിൽ. ഇനി നമുക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാം. കമോ. അങ്ങനെ ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഷടകം എത്തിച്ചു. റൂട്ട് ഒരു അങ്ങനെ ഭരതനാട്യം ക്ലാസ്സിൽ ഞാൻ സക്സസ്ഫുള്ളായി എത്തി. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ ക്ലാസ്. റൂട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. കാരണം വണ്ടി ഓടിച്ചു വരുമ്പോൾ ഈ ദുരിത റൂട്ട് നമുക്ക് കാണിക്കാൻ പറ്റൂല. ഒരു 1.5 റൂട്ടിനകത്താണ്. ഇതാണ് എൻ്റെ ഡാൻസ് ക്ലാസ് കേട്ടോ. ഇത് അകത്ത് നമ്മുടെ ഗുരു ഇരിക്കുന്നു. എൻ്റെ സ്കൂട്ടർ കേടായി ഇന്നലെ. കേടായി കാറിന് വന്ന്. അങ്ങനെ ചില സ്കിൽസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞൊരു കോഫി കുടിച്ചിട്ട് വരാം. കോഫി കുടിക്കാൻ ഞാൻ വന്നത് തട്ട് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ഒരു കോഫി സ്റ്റോളിൽ നിന്നാണ്. ഒരു ചെറിയ സ്റ്റോളും മോമോസും തീറ്റ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ കട്ടിലാണ്, മീൻസ് ഞാൻ ഡയറ്റിലാണ്, ഷുഗർ കട്ടിലാണ്. വീട്ടിലൊന്നും ഞാൻ കോഫിയിൽ ഇത് ആഡ് ചെയ്യാറില്ല. ഇപ്പം ഇച്ചിരി ബൾക്കി ആയി കുറച്ച് ദിവസം ട്രിപ്പൊക്കെ പോയി തീറ്റ അടിച്ചിട്ട്. ഇന്ന് ഞാൻ തട്ടിന്ന് ഒരു കോഫി മാത്രമാണ് കുടിച്ചത്, വിത്തൗട്ട്. ഷുഗർ കട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിംബൂസിൽ ഷുഗർ ഇല്ലേ എന്ന്. ഡാൻസ് കളിക്കുമ്പോൾ ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ കുറച്ച് ഷുഗർ നല്ലതാണ്, പക്ഷേ ബേസിക്കലി ഞാനിപ്പോൾ ഷുഗർ കട്ടാണ്. നമ്മുടെ ഡാൻസ് പ്രോഗ്രാം ഒക്ടോബറും നവംബറിൽ വരുവാണ്. അപ്പോൾ കുറച്ച് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാനിപ്പം ഇന്ന് മൊമോസും കഴിച്ചില്ല, ബനാന ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നേരത്തേക്ക്. അപ്പോൾ അത് ഞാൻ കഴിച്ചില്ല, പരിപാടി കഴിഞ്ഞ് ഇത് തട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാണ്, പലർക്കും അറിയാം. നമ്മുടെ കോഫി കുടിച്ചിട്ട് ഞാൻ വണ്ടിയിലേക്ക് കയറി. ഇനി മോഹിനിയാട്ടം ക്ലാസ്സിലേക്ക് പോവാൻ ഞാൻ ടയേർഡ് ഐഡിയസ്. പ്രൈവസി റീസൺ കാരണം ഞാൻ ഡാൻസ് എടുത്തിട്ടില്ല, പരിപാടിക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ എൻ്റെ മോഹിനിയാട്ടം ഡാൻസ് സെഷൻ പ്രാക്ടീസിൻ്റെ അവിടെ എത്തി. അകത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഡാൻസ് ക്ലാസ് മോഹിനിയാട്ടത്തിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ് എൻ്റെ ഈ ശകടത്തിൽ. ഓക്കെ, സോ ഇനി വീട്ടിൽ പോയിട്ട് കാണാം. സോ മോഹിനിയാട്ടം ഡാൻസ് സെഷൻ്റെ പുറം റോഡാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്ത് പോകുന്നു. പിന്നെ ഒരു കാര്യം, നമ്മുടെ വർക്ക്ഷോപ്പ് തമ്പീസ് ഗാരേജ്. എൻ്റെ വണ്ടി ഒന്നും പുറത്ത് വെച്ചിട്ടില്ല ഭാഗ്യത്തിൽ. അങ്ങനെ പട്ടം സിഗ്നൽ എത്തി നമ്മുടെ ഷടകം. പട്ടം സിഗ്നലായി നമ്മൾ. അങ്ങനെ ഞാൻ സേഫായിട്ട് എൻ്റെ ഡാൻസ് സെഷൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഭയങ്കര ടയേർഡാണ്. ഒരു ഗ്ലാസ് പാൽ വീട്ടിലെത്തി ഡിയേഴ്സ്. അങ്ങനെ ഞാൻ എൻ്റെ കാർ ഷടകമായി. ഇനി ഭയങ്കര ടയേർഡ്. ഡാൻസും ഭരതനാട്യം ഒന്നിനും കഴിഞ്ഞ് ഞാൻ കുറച്ച് ഞാൻ ദൂത് കുടിക്കട്ടെ. പ്രോട്ടീനീഷ്യസ് ബാലൻസ്ഡ് ഡയറ്റ്. മീശ വന്നു, പാൽ മീശ. ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ വേറൊരു ഗുണമുണ്ട്. നമുക്ക് എത്ര മഗ്ഗൊക്കെ നമ്മൾ കുടിച്ച് പരിശീലിച്ചാലും ഈ തണുത്ത പാലിനെ തടച്ച് വെച്ചേക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു തണുപ്പുമാണ് സ്റ്റീലിൻ്റെ. മീശ ഞാൻ തുടക്കട്ടെ. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ എന്തോന്നാണ് ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ബ്ലോഗ് ബൈ കാർ ഷടകം എന്ന്. നമ്മൾ സ്കൂട്ടറിൽ മിക്ക ദിവസം പോകുന്നത്. സ്കൂട്ടറിന് പണി കിട്ടി. സ്കൂട്ടർ ഭാഗ്യത്തിന് ഞാൻ ഭയങ്കര തമ്പിച്ചേട്ടൻ്റെ ഗ്യാരേജിനോട് താങ്ക്ഫുൾ ആയിട്ട് സ്കൂട്ടർ പുറത്തൊന്നും വെച്ചിട്ടില്ല. ആരും തട്ടിക്കൊണ്ട് പോയില്ല, പുറത്ത് വെച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വിശ്വാസം അതിനകത്ത് ലോക്കിട്ടാൽ മുറിക്കകത്തുണ്ടെന്നാണ്. എന്തായാലും പുറത്ത് കാണാൻ അകത്ത് തന്നെ കാണും. സോ താങ്ക് യു സോ മച്ച്.
നമ്മുടെ ഒരു ഷടകത്തിന് നമ്മൾ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അകത്ത് വെക്കാൻ കാണിച്ചൊരു മനസ്സ് ഒരു വലിയ സംഭവമാണ്. ഞാൻ എൻ്റെ ഷടകത്തിന് ഇവിടെ മിസ് ചെയ്യുന്നത് പുറത്തിരിക്കുന്ന സാധനമാണ്. പുറത്തിപ്പോൾ അവിടെ ഇല്ല. ആ കാണുന്ന വേറൊരു സ്കൂട്ടറാണ്. എൻ്റെ സ്കൂട്ടർ അവിടെ ഇല്ല. ഞാൻ കാണിച്ചുതരാം. വീക്കെൻഡാണ് സ്ഥലം. എൻ്റെ ഷടകം ഇരിക്കുന്ന സ്ഥലം വീക്കെൻഡാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വന്ന ഷടകം. സോ എൻ്റെ വ്ളോഗിനെയും അത്രയൊരു കുഞ്ഞ് വ്ളോഗാണ്. ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് ഡെയിലി ഞാൻ വ്ളോഗ്സ് ഇടണമെന്ന് പറയുന്നുണ്ട്. മിക്ക ദിവസവും തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇടാത്തത്. പരമാവധി ഞാൻ ഇടാൻ ശ്രമിക്കാം. ഇപ്പം എനിക്ക് കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇനി അടുത്തൊരു കോൺട്രവേഴ്സിയൽ 2 കണ്ടന്റുകളുണ്ട്. ആ സമയം ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് മൈ യൂട്യൂബ് ചാനൽ സ്നുജാസ് ഡെയിലി ഡാസിൽ. പിന്നെ നിങ്ങളുടെ ഓരോ നിമിഷവും എൻ്റെ വ്ളോഗ് കാണാൻ എടുക്കുന്നതിലും ആ ഒരു നല്ല മനസ്സിലും ഞാൻ സോ അഡ്വക്കേറ്റ് നരേഷ് സോണി ജി താങ്ക് യു സോ മച്ച് എൻ്റെ വാച്ച് ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനും പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് നല്ല സബ്സ്ക്രൈബേഴ്സ്. സോ അവരെ ഞാൻ വളരെയധികം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്ക്സ് പറയുന്നു. വലിയ ഫോർമൽ ആക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. സോ until I meet you on the next vlog, this is your Sindhuja signing off from Sindhuja's Daily Dazzle. Bye, take care, love you all.